വിമർശനങ്ങളോട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആദ്യമൊക്കെ ഭയങ്കര സങ്കടം വരുമായിരുന്നു. കാരണം 21 വയസ്സുള്ളപ്പോഴാണ് ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ പ്രായമല്ലേ, കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ ഓജോ ബോർഡിനെ ഭയങ്കരമായിട്ട് വിമർശിക്കും. ഫസ്റ്റ് ബുക്ക് ഓജോ ബോർഡാണ്, അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അപ്പോൾ ഓജോ ബോർഡിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫേസ്ബുക്കിൽ റീഡർ സർക്കിൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ തേച്ചൊട്ടിച്ച് ഇടാറുണ്ട്. അപ്പോൾ ഭയങ്കര സങ്കടം വരും. ചിലതൊക്കെ വായിച്ചിട്ട് കരഞ്ഞു പോവും. കാരണം വ്യക്തിഹത്യയാണ് ചെയ്യുന്നത്. പലപ്പോഴും സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്തൊരു ബുക്കാണ്. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം, എൻ്റെ ഫസ്റ്റ് 2 ബുക്സും ഞാൻ സെൽഫ് പബ്ലിഷ് ചെയ്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് സെൽഫ് പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. അല്ലെങ്കിൽ പബ്ലിഷിംഗ് കമ്പനികൾ, ചെറിയ ചെറിയ പബ്ലിഷിംഗ് കമ്പനികൾ ഇതുപോലെ വന്നിട്ടില്ല ഇപ്പോഴത്തെ കണക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തമായിട്ട് ഒരു പബ്ലിഷിംഗ് കമ്പനി തുടങ്ങി പബ്ലിഷ് ചെയ്തപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ട് ആൾക്കാർക്ക് ഇങ്ങനെ അച്ചടിച്ചിട്ട് ഇഷ്ടമുള്ള എഴുത്തുകാരാവാമല്ലോ എന്നുള്ളത്. ആ സമയത്ത് വിചാരിച്ചിട്ടുള്ളത് മാതൃഭൂമിയോ അല്ലെങ്കിൽ DC ബുക്സോ മനോരമയോ പബ്ലിഷ് ചെയ്താൽ മാത്രമേ ഒരു എഴുത്തുകാരൻ ആവുള്ളൂ എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു ആൾക്കാർക്ക്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തിട്ടാണ് കഥാ പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പബ്ലിഷിംഗ് കമ്പനി തുടങ്ങിയിട്ട് ഓജോ ബോർഡ് പബ്ലിഷ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു ബുക്ക് സ്റ്റാളിൽ കൊണ്ടു കൊടുത്തപ്പോൾ അവിടെ വെച്ചില്ല. അങ്ങനെ പല ബുക്ക് സ്റ്റാളിൽ ചെന്നപ്പോഴും നമുക്ക് ഈ ലേബൽ സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്ത ഒരാൾ എന്ന ലേബൽ ഉള്ളതുകൊണ്ട് അവിടെ വെച്ചില്ല. പിന്നെ വെക്കാമെന്ന് പറഞ്ഞവരൊക്കെ 60% കമ്മീഷനൊക്കെ ചോദിക്കുന്നത്. ചേട്ടനറിയാൻ പറ്റുമല്ലോ ഒരു ബുക്ക് പ്രിൻ്റ് ചെയ്യാൻ എത്ര രൂപയാവുമെന്നൊക്കെ. അപ്പോൾ 60% കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാനും പോകുന്നില്ല അതിൻ്റെ അകത്ത് നിന്ന്. അങ്ങനെയാണ് ലാസ്റ്റ് ബസ് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ബുക്ക് കൊണ്ടു നടന്ന് വിറ്റത്, ആരെങ്കിലും വാങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കുറേ ആൾക്കാർക്ക് സഹതാപം തോന്നി. ബസ്സിലൊക്കെ കൊണ്ടുവരുമ്പോൾ ഇഞ്ചി മിഠായിയും കപ്പലിൻ്റെയൊക്കെ കൊണ്ടുവരുന്നിടത്ത് ഓജോ ബോർഡും കൊണ്ട് നടക്കുകയാണ് ഒരുത്തൻ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പ്രായമേ ഉള്ളൂ. അപ്പോൾ ചെന്നിട്ട് പറയും, ചേട്ടാ ഇതൊന്നും വാങ്ങുമോ, പകുതി വിലയ്ക്ക് തരാം, ഇത് ഞാൻ എഴുതിയതാണ്, ഒന്ന് വാങ്ങുമോ എന്ന് ചോദിക്കും. ചിലർ സഹതാപം തോന്നിയിട്ട് വാങ്ങും. കാരണം KSRTCയിലൊക്കെ പോകുന്നവർ സാധാരണക്കാരാണ്, കയ്യിൽ പൈസ കുറച്ചൊക്കെ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ അവർ വാങ്ങി. ചിലരൊക്കെ ഫേസ്ബുക്കിൽ കുറിപ്പുകൾ ഇട്ടു, നല്ല ബുക്കാണ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഈ ബുക്ക് സ്റ്റാൾസ് പോലും എടുക്കുന്നത്. ചില ബുക്ക് സ്റ്റാൾസിൽ പോയി ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, ഈ ബുക്കുണ്ടോ. അങ്ങനെ ഈ പറഞ്ഞു വിട്ടിട്ടുള്ള പല ബുക്ക് സ്റ്റാൾസും 5 കോപ്പി ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ അത് ഒരാഴ്ച കൊണ്ട് കാലിയാകുമ്പോൾ പിന്നെ 10 കോപ്പിയായി, അങ്ങനെ 20 കോപ്പിയായി, അങ്ങനെ 50 കോപ്പിയൊക്കെ ചില ബുക്ക് സ്റ്റാൾസൊക്കെ എടുക്കാൻ തുടങ്ങി. പിന്നെ കോഴിക്കോടുള്ള അമാൻ ബുക്സ് ഒറ്റയടിക്ക് 200 കോപ്പിയൊക്കെ അവരെടുത്തിട്ട് പോകും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മുടെ ബുക്ക് ആൾക്കാരിലേക്ക് എത്തിയെന്ന്. പക്ഷേ ചില ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, ഒരാൾ വളരുന്നതിന് ഒരു ലെവൽ അവർ കൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്കെയിലിൽ ഓരോ സെൻറ്റിമീറ്ററുള്ളതാണെങ്കിൽ ഈ സെൻറ്റിമീറ്ററിന് അപ്പുറം അവൻ വളരാൻ പാടില്ല. അതിനപ്പുറത്തേക്ക് വായനക്കാരെ കിട്ടുകയോ അല്ലെങ്കിൽ അവൻ വളരാനോ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ആക്രമിക്കാൻ തുടങ്ങും. ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മുടെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങളാണ്. ഇവിടെ നമ്മൾ പണിയെടുക്കുന്നു, ആഹാരം കഴിക്കുന്നു, കുടുംബത്തെ നോക്കുന്നു, അടുത്ത തലമുറയാവുന്നു, നമ്മൾ മരിച്ചു പോവുകയാണ്. അതിനിടയ്ക്ക് നമ്മൾ മറ്റൊരാളെ ഹെർട്ട് ചെയ്യുക അല്ലെങ്കിൽ അയാളുടെ വഴി തടയുകയോ ചെയ്തിട്ട് ഒരു പ്രയോജനവും കിട്ടാനില്ല. രണ്ടുപേരുടെ ആയുസ് ഡിഫറെൻ്റ് ആണ്. അവൻ എന്തെങ്കിലും ചെയ്യട്ടെ, മറ്റൊരാളെ ഉപദ്രവിക്കുന്നില്ലെങ്കിൽ അവനെ അവൻ്റെ വഴിക്ക് വിടുക എന്നുള്ളൊരു കോൺസെപ്റ്റിലുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എന്നെ കൂട്ടം ചേർന്നിട്ട് ആൾക്കാർ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഡെയിലി ഇങ്ങനെ വരികയാണ്. അതാണെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ അത് അലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ എൻ്റർടൈൻ ചെയ്യുകയാണ്. അങ്ങനെ ആദ്യമേ ഓർത്ത് ആ ഓജോ ബോർഡ് കൊണ്ട് നിർത്താമെന്ന്. പക്ഷേ വീട്ടിൽ പോലും അച്ഛൻ പോലും ഇഷ്ടമല്ലായിരുന്നു ബുക്ക് എഴുതുന്നതും അങ്ങനെയുള്ളതൊക്കെ. പക്ഷെ മനസ്സിൽ ആ ഒരു എഴുത്തുകാരനാവണം എന്നുള്ളൊരു ത്വര കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ നിർത്തിയില്ല. 2ാമത്തെ ബുക്കും സെൽഫ് പബ്ലിഷ് ചെയ്തു, അതും കൊണ്ടുനടന്ന് വിറ്റു. 3ാമത്തെ ബുക്ക് എത്തിയപ്പോഴേക്കും റാം കെയർ ഓഫ് ആനന്ദി എത്തിയപ്പോഴേക്കും ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ബുക്ക് വായിച്ചിട്ട് വിമർശിക്കൂ എന്നുള്ളൊരു ഇതിലേക്ക് എത്തി. അതിനൊരു തെളിവാണ്, ഞാൻ 1000 കോപ്പി ആദ്യത്തെ എഡിഷൻ പ്രിൻ്റ് ചെയ്ത് അത് കൊണ്ടുനടന്ന് വിറ്റു എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി 3.5 ലക്ഷം കോപ്പികളായി, 50ാമത്തെ എഡിഷൻ പ്രിൻറ്റിങ്ങിന് പോയിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് അന്ന് ഞാൻ എടുത്ത ആ ഒരു ധൈര്യം, ഈ ആൾക്കാർ എല്ലാവരും കൂട്ടം ചേർന്ന് ആക്രമിച്ചപ്പോൾ ഞാൻ അവിടെ നിർത്തിയിരുന്നെങ്കിൽ ഈ ഒരു കായുടെ ഫെസ്റ്റിൻ്റെ വേദിയിലും വരത്തില്ല, റാം കെയർ ഓഫ് ആനന്ദി ഇത്ര എഡിഷനോ അതിൽ റാം കെയർ ഓഫ് ആനന്ദി എഴുതത്തുമില്ല. അപ്പോൾ അതാണ് എനിക്ക് വിമർശനങ്ങളോട് പറയാനുള്ളത്. ദാറ്റ്സ് ഓൾ.